അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വഹാബി പ്രമുഖനായ അബ്ദുല്ലാഹിബ്നു ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കരിക്കാനായി പള്ളിയിലേക്ക് വന്നു. പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും കയ്യിലെടുത്തായിരുന്നു തങ്ങളുടെ വരവ്. സമയമായപ്പോൾ കുട്ടിയെ താഴെ വെച്ച് പ്രവാചകർ ഇമാമായി നിസ്കാരം തുടങ്ങി. സൂറത്തുകളും റുക്ഉം കഴിഞ്ഞ് സുജൂദിലേക്ക് പോയി. ഏറെ നേരം കഴിഞ്ഞിട്ടും സുജൂദിൽ നിന്ന് ഉയരുന്നില്ല. എന്ത് സംഭവിച്ചു എന്നറിയാൻ ഞാൻ തല പൊക്കി നോക്കി. കുട്ടി പ്രവാചകരുടെ മുതുകിൽ കയറിയിരിക്കുന്നു. ഞാൻ സുജൂദിലേക്ക് തന്നെ തിരിച്ചു പോയി. നിസ്കാരം കഴിഞ്ഞ ശേഷം ആളുകൾ ചോദിച്ചു, നബിയെ, അങ്ങ് സാധാരണത്തെക്കാളേറെ ഇന്ന് ഏറെ നേരം സുജൂദിൽ കിടന്നല്ലോ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്നോ അല്ലെങ്കിൽ വഹി അവതരിച്ചിരിക്കുമെന്നോ ഞങ്ങൾ കരുതുന്നു. ഇത് കേട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് രണ്ടുമല്ല ഉണ്ടായത്. മറിച്ച് എൻ്റെ ഈ കൊച്ചുമോൻ എൻ്റെ മേലെ കയറിയിരുന്നു. അവൻ സ്വയം ഇറങ്ങുന്നതിന് മുമ്പ് ഇറക്കി വെക്കാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. നോക്കൂ, ഇതര ചിന്തകളൊന്നും തന്നെ കടന്നു വരുന്നത് പോലും അനുവദിക്കപ്പെടാത്ത നിസ്കാരം എന്ന അതിമഹത്തായ ആരാധനയ്ക്കിടയിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രവാചകർക്ക് കുട്ടികളോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ അബൂ ഉമൈറിന്റെ സംഭവവും ചരിത്രവും ഓർത്തു വെക്കുന്നു. അതായത്, കൊച്ചുകുട്ടിയായിരുന്ന അബൂ ഉമൈറിന് ഒരു കിളി ഉണ്ടായിരുന്നു. നുഗൈർ എന്നായിരുന്നു അതിനെ വിളിച്ചിരുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമൈറിനെ കാണുമ്പോഴെല്ലാം നുഗൈറിന്റെ വിശേഷം തിരക്കുമായിരുന്നു. ഒരു ദിവസം പ്രവാചകർ നടക്കുന്ന വഴിയിൽ അബൂ ഉമൈറിനെ കണ്ടു. അവന്റെ മുഖത്ത് എന്തോ വിഷമമുള്ള പോലെ പ്രവാചകർക്ക് തോന്നി. അവിടുന്ന് ചോദിച്ചു, അബൂ ഉമൈർ, എന്തൊക്കെയുണ്ട് നുഗൈറിന്റെ വിശേഷം? അബൂ ഉമൈർ സങ്കടത്തോടെ പറഞ്ഞു, റസൂലേ, നുഗൈർ മരിച്ചുപോയി. അബൂ ഉമൈറിന്റെ സങ്കടവും മാനസികാവസ്ഥയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കി. അല്പനേരം കിളിയുടെ വേർപാടിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് അബൂ ഉമൈറിനോടൊപ്പം ചെലവഴിച്ചു. അബൂ ഉമൈറിന് എന്തെന്നില്ലാത്ത സന്തോഷവും ആശ്വാസവും തോന്നി. നോക്കൂ, പ്രബോധന പ്രവർത്തനങ്ങളും യുദ്ധ ചർച്ചകളുമെല്ലാം സഗൗരവം നടത്തുന്ന അതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരു കൊച്ചുകുട്ടിയുടെ കൊച്ചു പ്രശ്നങ്ങൾക്ക് കാതോർക്കുന്നതും ആവശ്യമായ സമയം അവരോടൊപ്പം ചിലവഴിക്കുന്നതും. ബദർ യുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുന്ന വേളയിൽ തൻ്റെ അനുയായികളുടെ പിടിയിൽപ്പെട്ട ശത്രുപക്ഷത്തിലെ 2 കുട്ടികളോട് പ്രവാചകർ ഏറെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറിയത് ധർമ്മയുദ്ധത്തിനൊരു പൂർണ്ണ നിർവചനം എന്ന ലേഖനത്തിൽ നാം വിശദമാക്കിയതാണ്. ശത്രുവിൻ്റെതാണെങ്കിൽ പോലും കുട്ടികളെ കുട്ടികളായി കാണാൻ പ്രവാചകർക്ക് എപ്പോഴും സാധിച്ചിരുന്നു എന്നതും അവരോട് വാത്സല്യത്തോടെ മാത്രമേ പെരുമാറാനായിരുന്നു എന്നുള്ളതും കാണിക്കുന്നതാണ് പ്രസ്തുത സംഭവം. ചെറിയവരോട് കരുണ കാണിക്കുകയും വലിയവരോട് ആദരവ് കാണിക്കുകയും ചെയ്യാത്തവർ നമ്മിൽപ്പെട്ടവരല്ലെന്ന് പ്രഖ്യാപിച്ച പ്രവാചകർക്ക് അങ്ങനെ അനുവർത്തിക്കാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ കേവലം സ്നേഹം മാത്രം ചൊരിഞ്ഞ് കുട്ടികളെ വഴികേട്ടിലേക്കാനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായിരുന്നില്ല. അവരിൽ തെറ്റുകൾ കാണുമ്പോൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഉചിതമായ രീതിയിൽ അത് തിരുത്താനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതാണല്ലോ ഫലപ്രദമായ രക്ഷാകർത്തം. ഉമർ ഇബ്നു അബീ സൽമ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പ്രവാചകരോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണത്തളികയിൽ അങ്ങുമിങ്ങും കുട്ടിയുടെ കൈ നീങ്ങുന്നത് കണ്ടപ്പോൾ സ്നേഹത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ ഉപദേശിച്ചു, കുട്ടി, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, വലത്തെ കൈ കൊണ്ട് കഴിക്കുക, അടുത്തുള്ളതിൽ നിന്ന് കഴിക്കുക. ശേഷം വളർന്ന് വലുതായ ശേഷവും ഉമർ ഇബ്നു അബീ സൽമ പറയുന്നു, പിന്നീടങ്ങോട്ട് ജീവിതത്തിലുടനീളം അതായിരുന്നു എൻ്റെ ഭക്ഷണ രീതിയും ശീലവും. ഒരിക്കൽ സക്കാത്തിന്റെ സ്വത്തുവകകൾ മദീനയിലെ പള്ളിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഈത്തപ്പഴവും മറ്റു പഴങ്ങളും കൂടുതലുണ്ടായിരുന്നു. കൊച്ചുമകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് വന്നു. വിതരണം ചെയ്യേണ്ടതിനെ കുറിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൂട്ടത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് ഹസൻ റളിയല്ലാഹു അൻഹു കഴിക്കുന്നത് പ്രവാചകരുടെ കണ്ണിൽപ്പെട്ടത്. ഉടനെ പ്രവാചകർ കുട്ടിയുടെ വായിൽ കൈയിട്ട് അത് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് സക്കാത്തിന്റെ സ്വത്താണ്. ഇത് ഉപയോഗിക്കൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ അനുവദനീയമില്ല.
നോക്കൂ, കൊച്ചു കുട്ടികളെ എന്ന് കരുതി ആ തെറ്റിന് കൂട്ടു നിൽക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായിരുന്നില്ല. കാരണം അത് ദുശ്ശീലം കൊണ്ടേ തുടക്കമായേക്കാം. അതിലുപരി സമൂഹത്തിന് അതിലൂടെ പ്രവാചകർ പകർന്നു നൽകിയത് വ്യക്തിവിശുദ്ധിയുടെയും അതിലുപരി രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്ത ബോധത്തിൻ്റെയും വലിയ സന്ദേശം കൂടിയാണ്. ചുരുക്കത്തിൽ പ്രവാചകരുടെ അമൂല്യമായ സമയത്തിൻ്റെ നല്ലൊരു ഭാഗം കുട്ടികൾക്കായി അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം. കുട്ടികളോടൊപ്പം ആന കളിക്കാനും മറ്റു കളിചിരികളിൽ ഏർപ്പെടാനും പ്രത്യേകം ശ്രദ്ധിക്കുകയും കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിലും സമയം കണ്ടെത്തുകയും ചെയ്ത പ്രവാചകനെ ആ നിലയിൽ വീക്ഷിക്കുമ്പോൾ കുട്ടികളുടെ കൂടി പ്രവാചകനാണെന്ന് പറയാതെ വയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.